വയനാട് ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ശക്തമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വീടുകളിൽ വിള്ളലുകളുണ്ടായെന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സ്ഥലം സന്ദർശിച്ച റവന്യൂ മന്ത്രി കെ രാജൻ നടത്തിയ നടപടികളെയാണ് പ്രതിപക്ഷം ഇപ്പോൾ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവായ ചാണ്ടി ഉമ്മൻ നടത്തിയ പരിഹാസപരമായ പ്രതികരണം രാഷ്ട്രീയ വേദികളിലും സോഷ്യൽ മീഡിയയിലും വലിയ ശ്രദ്ധ നേടി. വയനാട് ടൗൺഷിപ്പിലെ ചില വീടുകളിൽ വിള്ളലുകൾ രൂപപ്പെട്ടതായി നാട്ടുകാർ ഉയർത്തിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി നേരിട്ട് പരിശോധനയ്ക്കെത്തുകയായിരുന്നു. എന്നാൽ പ്രശ്നം മറച്ചുവയ്ക്കുന്നതിലുപരി അത് മറച്ചുവയ്ക്കാനുള്ള ശ്രമമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ ഒരു പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്നായിരുന്നു ചാണ്ടിയുമ്മന്റെ പരിഹാസപരമായ പ്രതികരണം. വീടിന്റെ ഉടമ തന്നെ വിള്ളലുകൾ ഉണ്ടായതായി വ്യക്തമാക്കിയിട്ടും അതിനെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണമായതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതോടൊപ്പം നിർമ്മാണ കരാർ ഏറ്റെടുത്ത ഉരാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും മന്ത്രിയും തമ്മിൽ ഒത്തുകളിയുണ്ടെന്ന ഗുരുതര ആരോപണവും UDF ഉയർത്തിയിട്ടുണ്ട്. പൊതുമുതൽ ഉപയോഗിച്ച് നിർമ്മിച്ച പദ്ധതികളിൽ ഇത്തരം നിലവാരക്കുറവ് അംഗീകരിക്കാനാകില്ലെന്നും വിഷയത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും വിഷയത്തിൽ കടുത്ത വിമർശനവുമായി രംഗത്തെത്തി. എഞ്ചിനീയർമാർ ചെയ്യേണ്ട സാങ്കേതിക പരിശോധനകൾ മന്ത്രി നേരിട്ട് ചെയ്യുന്നത് രാഷ്ട്രീയ നാടകമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. ചോർച്ച പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്ന ചോദ്യമുയർത്തിയ അദ്ദേഹം സർക്കാരിന്റെ വികസനാവകാശങ്ങൾ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഒരു കാവട്യമാണെന്നും ആരോപിച്ചു. വയനാട് ടൗൺഷിപ്പ് പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ പ്രധാന വികസന പദ്ധതികളിലൊന്നായി അവതരിപ്പിക്കപ്പെട്ടതാണ്. ദുരന്തബാധിതർക്കും സാധാരണക്കാർക്കും സുരക്ഷിതമായ താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. എന്നാൽ നിർമ്മാണ നിലവാരത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നതോടെ പദ്ധതിയുടെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രശ്നം പുറത്തുകൊണ്ടുവന്ന വീട്ടുടമയ്ക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായും പ്രതിപക്ഷം ആരോപിക്കുന്നു. സത്യം തുറന്നുപറഞ്ഞ വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നു എന്ന് വ്യക്തമാക്കിയ UDF അധികാരത്തിലെത്തിയാൽ സമഗ്ര അന്വേഷണം നടത്തുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ തലത്തിൽ മാത്രമല്ല, സാങ്കേതികമായും വിഷയത്തിന് പ്രാധാന്യമുണ്ട്. സർക്കാർ പദ്ധതികളിൽ ഗുണമേന്മ ഉറപ്പാക്കുന്നതിനുള്ള മേൽനോട്ട സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന ചോദ്യവും ഇതോടെ ഉയരുന്നു. നിർമ്മാണം പൂർത്തിയായുടൻ തന്നെ വിള്ളലുകളുണ്ടാകുന്നത് ഉപയോഗിച്ച വസ്തുക്കളുടെ നിലവാരത്തെയും നിർമ്മാണ രീതികളെയും കുറിച്ച് സംശയമുയർത്തുന്നു എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളെയും ചാണ്ടിയുമ്മൻ സ്പർശിച്ചു. ആരാണ് മുഖ്യമന്ത്രിയാവേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധിയായിരിക്കും എന്ന് പറഞ്ഞ അദ്ദേഹം ഉമ്മൻചാണ്ടിക്ക് ശേഷം വീണ്ടും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംഭവത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വ്യക്തമായ വിശദീകരണം വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഭരണപക്ഷം സാധാരണയായി പ്രതികരിക്കാറുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ സുതാര്യമായ അന്വേഷണമുണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്ന സാഹചര്യത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഇനി ശ്രദ്ധേയമാകുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ രാഷ്ട്രീയമായി വലിയ പ്രതിഫലനമുണ്ടാക്കുമോ എന്നതും ചർച്ചയാകുന്നു. തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരാനിരിക്കെ വികസനവും ഭരണക്ഷമതയും സംബന്ധിച്ച ചോദ്യങ്ങൾ വീണ്ടും ഉയരുന്ന സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അവസാനമായി പൊതുജനങ്ങളുടെ സുരക്ഷയും വിശ്വാസവും മുന്നിൽ നിർത്തിയാണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് എന്നതാണ് ഈ വിവാദം ഉയർത്തുന്ന പ്രധാന സന്ദേശം. സാങ്കേതികമായും ഭരണപരമായും ഉത്തരവാദിത്തപരമായ സമീപനം സ്വീകരിക്കാത്ത പക്ഷം ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.